ഇതില് ഇതാണ് എന്റെ കമ്പനിയുടെ ബ്രാൻഡ് കിറ്റ്. ഇതിൽ ലോഗോസ് ആക്ച്വലി ഇതില് നിങ്ങൾക്ക് 3 ലോഗോസ് കാണാം ആക്ച്വലി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ പ്രൈമറി ലോഗോ യെല്ലോ ആൻഡ് ബ്ലാക്ക്, ഞങ്ങളുടെ പ്രൈമറി ലോഗോ. ഓക്കെ, വാട്ട് ഇഫ് വി ആർ യൂസിങ് ഇൻ എ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്? അപ്പൊ ഒരു റിവേഴ്സ് ലോഗോ ഉണ്ട് ആക്ച്വലി, വൈറ്റ് റിവേഴ്സ് ലോഗോ. അപ്പൊ ഞങ്ങളുടെ സെക്കൻഡറി ലോഗോ എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സ്ക്വയർ ലോഗോ ആണ് ആക്ച്വലി. സ്ക്വയർ ലോഗോ സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള സ്ക്വയർ ലോഗോ ആണ് ആക്ച്വലി. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ലോഗോസ്. ഓക്കെ, അടുത്ത് നമ്മുടെ കളേഴ്സ് ആണ് ആക്ച്വലി. ഇതിൽ ഞങ്ങളെ കളേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ അസറ്റ്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രപ്പോസല് ഏതൊരു ഫോർമാറ്റിൽ പോകണം, ഞങ്ങളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഏതൊരു ഫോർമാറ്റിൽ പോകണം, അതാണ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി. പിന്നെ ഫോണ്ട്. ഓക്കെ, ഞങ്ങളുടെ ബ്രാൻഡ് ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ ആണ് ആക്ച്വലി. ഇന്ററിന്റെ ഡിഫറെന്റ് സൈസസ് ഓഫ് ഫോണ്ട്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോഗോ, കളർ, ഫോണ്ട്, പിന്നെ ബ്രാൻഡ് വോയിസ് ആക്ച്വലി. സോ ബ്രാൻഡ് വോയിസ് ആക്ച്വലി അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു കൈൻഡ് ഓഫ് ഒരു ക്ലാസ്, ഒരു കാഷ്വൽ എന്നാൽ ഒരു ഫോർമൽ കൈൻഡ് ഓഫ് ഒരു ബ്രാൻഡ് വോയിസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ ഇൻ ഡീറ്റെയിൽ ടെക്സ്റ്റ് ആക്ച്വലി ഞാൻ ഈ സ്ലൈഡിൽ പറഞ്ഞുതരാം. ഓക്കെ, ബാക്ക് ടു ദ സ്ലൈഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നെക്സഡിക്സ് എന്നുള്ള കമ്പനിയുടെ ബ്രാൻഡ് സിസ്റ്റം ആണ് കണ്ടത്, വിഷ്വൽ സിസ്റ്റം ആണ് കണ്ടത്. നിങ്ങൾ കളർ പാലറ്റ് കണ്ടു. ലോഗോ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് പ്രൈമറി ലോഗോ വരുന്നത്. അപ്പൊ ഈ കളർ പാലറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കളർ ലൈക്ക് നമ്മുടെ സിഗ്നേച്ചർ കളേഴ്സ് ആണ്, പ്രൈമറി, സെക്കൻഡ് ആൻഡ് ആക്സെന്റ്. ഇത് നമ്മളെ ഒരു ബ്രാൻഡിനെ കാണുമ്പോൾ വിഷ്വലി നോട്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് ടൈപ്പോഗ്രഫിയാണ്. ടൈപ്പോഗ്രഫി എന്ന് വെച്ചാൽ ഫോണ്ട് ആണ്. ഫോണ്ട് ഞങ്ങളുടെ ഫോളോ ചെയ്യുന്ന ഫോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർ ആണ് ആക്ച്വലി. ഞങ്ങൾ എന്തുകൊണ്ട് ഇന്റർ ചൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓക്കെ, പേഴ്സണൽ പ്രിഫറൻസ് വരാം. അപ്പൊ നിങ്ങൾ നാളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആവാം, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് സൈക്കോളജി ആസ്പെക്ട് ഉണ്ട്. ഞാനത് കമ്മിങ് സ്ലൈഡ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തൊന്ന് വിഷ്വൽ സ്റ്റൈലാണ് ആക്ച്വലി. നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി, നമ്മുടെ ബ്രാൻഡ് ഫോട്ടോഗ്രാഫി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ ഇല്ലസ്ട്രേഷൻസ് എങ്ങനെ യൂസ് ചെയ്യണം, ഐക്കൺസ് എങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനത് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതില് ഒരുപാട് ഐക്കൺസ് യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഞാൻ ഐക്കൺസ് അയച്ചു തരാം. ഇത് ഞങ്ങളുടെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതില് യെസ്, ഇതില് ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ഇന്റർ ഫോണ്ടാണ്, ഇന്ററിന്റെ ഫോണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി. പിന്നെ ഇല്ലസ്ട്രേഷൻസ്, ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗോയിൽ ഒരു ഇല്ലസ്ട്രേഷൻസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളൊരു UI/UX കമ്പനി ആയതുകൊണ്ട് ലോഗോയില് UI/UXന്റെ ഒരു റെപ്രസെന്റേഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഇല്ലസ്ട്രേഷൻസ്, ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ഇല്ലസ്ട്രേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഐക്കൺസ്, ഞങ്ങളുടെ ഓരോ സർവീസസിന്റെ ഐക്കൺസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വിഷ്വൽ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആക്ച്വലി. വിഷ്വൽ സിസ്റ്റം അല്ല, വിഷ്വൽ സ്റ്റൈൽ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഒരു ബ്രാൻഡ് വോയിസ് വരുന്നത്. അതാണ് ഫോർത്ത് പില്ലർ ആക്ച്വലി. നമ്മള് റൈറ്റിംഗ് ടോൺ ആക്ച്വലി. ഇപ്പോ നമ്മളിപ്പം എബൌട്ട് ദ കമ്പനി സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്, എബൌട്ട് ദ കമ്പനി, വിഷൻ ആൻഡ് മിഷൻ, ഇതൊക്കെ ബ്രാൻഡ് വോയിസിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അത് ഫോർമൽ ആവാം, കാഷ്വൽ ആവാം, ബോൾഡ് ആവാം, ഇൻസ്പയറിംഗ് ആവാം. സോ ദാറ്റ് ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വിഷൻ ഫോർ ദാറ്റ് ബ്രാൻഡ്. ഓക്കെ, ഇതുവരെ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതോ ക്യാൻ വി മൂവ് ഓൺ വിത്ത് ദ നെക്സ്റ്റ് സ്ലൈഡ്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം. വി ക്യാൻ ക്ലിയർ ഇറ്റ് ആക്ച്വലി. ഡൗട്ട് ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഐ ക്യാൻ ആൻസർ ദാറ്റ്. അല്ലെങ്കിൽ വിൽ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 4 പില്ലേഴ്സ് ഉണ്ട്. അതില് ഫസ്റ്റ് പില്ലറാണ് കളർ പാലറ്റ് ആക്ച്വലി. അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കളേഴ്സ് മെയിൻലി നമുക്ക് നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് പ്രൈമറി കളർ ആക്ച്വലി, ഒന്ന് സെക്കൻഡറി കളർ, പിന്നെ ആക്സെന്റ് എന്ന് പറഞ്ഞൊരു കളർ ആക്ച്വലി. അപ്പൊ ഇത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-30-10% വിഷ്വൽ റേഷ്യോയിലാണ് ആക്ച്വലി വരുന്നത്. നമ്മുടെ പ്രൈമറി ബ്രാൻഡ് കളറിന് ഒരു 60% പ്രോമിനൻസ് കാണും, സെക്കൻഡറിക്ക് ഒരു 30% ആണ്, ആക്സെന്റിന് ഒരു 10% ആണ്. പക്ഷെ 10% ആക്സെന്റ് ആണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഹൈറാർക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രൈമറി കളർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി പ്രൊഫൈൽ പിക്ചർ, ബോർഡർ, ഹെഡ്ലൈൻ, CTA, ബട്ടൺസിനൊക്കെയാണ് നമ്മൾ പ്രൈമറി കളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി കളർ മോർ ഓഫ് എ സപ്പോർട്ടിംഗ് ടോൺ ആണ്. നമ്മൾ അത് യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്, സപ്പോർട്ടിംഗ് ടെക്സ്റ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡറി കളറാണ് ആക്ച്വലി. ആക്സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐക്കൺസിന്, ഹൈലൈറ്റ്സ്, കീ സ്റ്റാറ്റിസ്റ്റിക്സ്, CTA, കോൾ ടു ആക്ഷൻ, ഇതിനാണ് നമ്മൾ കളർ പാലറ്റ് യൂസ് ചെയ്യുന്നത്. വിഷ്വൽ ഹാർമണി, ഇത് പേഴ്സണൽ ബ്രാൻഡ് ആവാം, അല്ലാതൊരു വിഷ്വൽ ബ്രാൻഡും ആവാം. ഓക്കെ, അടുത്ത പില്ലറാണ് ടൈപ്പോഗ്രഫി ഉണ്ട് ആക്ച്വലി. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഫോൺസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ നമ്മുടെ ഫോൺസിന് നമ്മൾ കുറച്ച് കാറ്റഗറി ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ആക്ച്വലി. സെരിഫ് ഉണ്ട്, സാൻസ് സെരിഫ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, മോണോ ടൈപ്പ് ഫോൺസ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഈ സെരിഫ് ഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതോറിറ്റി, ട്രസ്റ്റ്, ക്ലാസിക്, അങ്ങനത്തെ കുറച്ച് ഈ ഒരു ആസ്പെക്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ് സെരിഫ് ആണ്. സാൻസ് സെരിഫ് കുറച്ചും കൂടെ മോഡേൺ, ക്ലീൻ, ഡിജിറ്റൽ ഫോൺസ് ടൈപ്പ് ആണ് ആക്ച്വലി. ഇപ്പൊ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഇന്റർ എന്ന് പറഞ്ഞ ഫോണ്ട് അതിനകത്ത് വരുന്ന ഈ സാൻസ് സെരിഫിന്റെ ഫാമിലിക്കകത്ത് വരുന്ന ഒരു ഫോണ്ടാണ് ഇന്ററും പോപ്പിൻസ് ഒക്കെ ആക്ച്വലി. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആസ്പെക്ട് ആണ് സ്ക്രിപ്റ്റ് ഫോൺസ് ആക്ച്വലി. സ്ക്രിപ്റ്റ് ഫോൺസ് ക്രിയേറ്റീവ് ആണ്, പേഴ്സണൽ ആണ്, വാം ആണ് ആക്ച്വലി. ഓക്കെ, അതിന് ആ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ച്വലി പാസിഫിയോ, ഡാൻസിങ് ഒക്കെ ആ ഒരു ഫോൺ ഫാമിലിയിൽ വരുന്ന സ്ക്രിപ്റ്റ് ടൈപ്പ് ഫോൺസ് വരുന്നതാണ്. പിന്നെ മോണോ ആക്ച്വലി കുറച്ചുകൂടെ ടെക് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോൺ ടൈപ്പ് ആണ്. ടെക് പ്രിസൈസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫിറാക്കോഡ്, IBM പ്ലെക്സ്, ഈ ഫോൺ ടൈപ്പോഗ്രഫി ഒക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ആക്ച്വലി. ഇതുപോലെ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് ഫോണ്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ സൈറ്റ്. ഗൂഗിൾ ഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട് ആക്ച്വലി. ഇതാണ് ആക്ച്വലി, കാണാമല്ലോ അല്ലേ സ്ക്രീൻ? ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി പോയിട്ട് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രാൻഡ്, ഇപ്പം ഇത് കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ നമുക്ക് ഞാൻ എൻ്റെ കമ്പനി ബ്രാൻഡ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആക്ച്വലി നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് തന്നെ സാജ്, നമുക്കൊരു പേഴ്സണൽ ഫോണ്ട് ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആക്ച്വലി ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോൺസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിൾ ഇത് fonts.google.com ആണ്. ഒരു എല്ലാ ഓപ്പൺ സോഴ്സ് ഫോൺസ് ആണ്. നമുക്ക് ആക്ച്വലി എല്ലാം അഡ്വാൻറ്റേജ് വെബ് ഫോണ്ട് ആണ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് നാളെ വെബ്സൈറ്റിൽ ഈ ഫോണ്ട് യൂസ് ചെയ്യാൻ പറ്റും, ഓഫ്ലൈൻ ആയിട്ട് ഈ ഫോണ്ട് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ PC-യിൽ ലൈക് ക്യാൻവയിൽ യൂസ് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഈസ് പോസിബിൾ ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി പിന്നെ നിങ്ങൾക്ക് ഫോണ്ട്, നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണം അത് ഇവിടെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്യും ഇങ്ങനെ കുറെ ഫോണ്ട്സ്, നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റിംഗ്സ് നമുക്ക് ചൂസ് ചെയ്യാം, ഫീലിംഗ് ചൂസ് ചെയ്യാം, നമുക്ക് എന്താണ് നമ്മുടെ ഫീല്. അല്ലെങ്കിൽ ഇവിടെ തന്നെ കുറെ ഫോണ്ട് സജഷൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, സെരിഫ്, സാൻസ് സെരിഫ് ഇവിടെ ചൂസ് ചെയ്യാം. ടെക്നോളജി നമുക്കിവിടെ ചൂസ് ചെയ്യാം. സോ ഇതൊരു ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചത് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, സോ ടൈപ്പോഗ്രഫി നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അപ്പൊ ഡിഫറെന്റ് ആസ്പെക്ട് ട്രൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി യു കെൻ ആസ്ക് ChatGPT ഓർ എനി അതർ AI ടൂൾ. ഓക്കെ, അടുത്തത് ഒരു ആസ്പെക്ട്, പില്ലർ നമ്പർ 4 ഞാൻ പറഞ്ഞ ബ്രാൻഡ് വോയിസ്. ആക്ച്വലി ലൈക് നമുക്കത് പല ബ്രാൻഡ് വോയിസ് ഉണ്ട് ആക്ച്വലി. ഇൻസ്പയറിംഗ്, എഡ്യൂക്കേറ്റിംഗ്, ബോൾഡ്, കോൺവെർസേഷണൽ. ഓക്കെ, അപ്പം ഞങ്ങള് ചൂസ് ചെയ്തൊരു കൈൻഡ് ഓഫ് ബ്രാൻഡ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പയറിംഗ് എന്നുള്ളൊരു ആസ്പെക്ട് ആണ് ആക്ച്വലി. വി ഇൻസ്പയർ വാട്ട് things on the things we do actually, because we are in the creative space. Okay, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ്, ഡിപ്പെൻസ് ഓൺ ദ സെക്ടർ യു ആർ വർക്കിംഗ് ഓൺ. അപ്പൊ ഇതാണ് നമ്മുടെ 4 pillars ഓഫ് വിഷ്വൽ ബ്രാൻഡ് സിസ്റ്റം. ഓക്കെ, ഓർ വിഷ്വൽ ഡിസൈൻ സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ഓവറോൾ ഒരു ഓവർവ്യൂ. ഓൾമോസ്റ്റ് നമ്മൾ 30 minutes പാസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആക്ച്വലി നമുക്കൊരു QA ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വി വിൽ ഗോ ടു ദ ടാസ്ക്. ഐ വിൽ ഗീവ് എ ടാസ്ക്. ആക്ച്വലി യു ക്യാൻ ഫിനിഷ് ഇൻ 15 minutes. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ഓർ യു ക്യാൻ ആസ്ക്, ഫീൽ ഫ്രീ ടു ആസ്ക്. ഞാൻ ബേസിക്സ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Yeah, so we will take some 5 questions, 4 or 5 questions, then we will move on to the task. So I will wait for your questions on the chat box. Chat, if you have any questions, you can ask in the chat. Hello, sir. Can I ask it directly now? Yeah, sure. Please, Vignesh, please continue. So my question is that while designing a brand, should we focus on a particular font according to our voice, or just the suggestions given in the client's orders? A very tough question. Okay. See, basically, I will tell you 2 scenarios. Okay. Because we also face this issue. Okay. One is we work on the principle customer is the king. Actually, that is the principle we work in the business. Okay, so obviously client has a preference actually. Okay, the client will say that I want this color palette, I want this font to be used, I want this thing to be used actually. But as a professional, as a company or as a professional, if you are able to convince the client, because like for example, you like when you are creating a logo or a brand, there are certain aspects actually which you have to follow. One is, what is the company, what is the brand, like for example, which sector they are operating, which country they are operating, which region they are operating. So a lot of aspect has to, we have to take it into consideration. Then we have to suggest the brand എന്ന് പറഞ്ഞാൽ there will be name actually. ഇപ്പോൾ യൂഷ്വലി ചിലപ്പോൾ ഒരു ക്ലയന്റ് യൂഷ്വലി നെയിം കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ബട്ട് ഇഫ് വി ഹാവ് എൻ ഓപ്ഷൻ ഫോർ എ നെയിം, അത് തൊട്ട് നമ്മുടെ അവർ വർക്ക് സ്റ്റാർട്ട്സ് ആക്ച്വലി. ഓക്കെ, സോ ഇഫ് യു ആർ ഏബിൾ ടു കൺവിൻസ് ദ ക്ലയന്റ് with our ideology, that is the best thing actually. Okay, but unfortunately, being in the service industry or in the creative industry, we have to certain times actually we have to go with the client's feedback, because end of the day
client എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. ദർ വിൽ ബി ഫൗണ്ടർ, ദർ വിൽ ബി മാനേജ്മെന്റ് പീപ്പിൾ, ദർ വിൽ ബി മാർക്കറ്റിംഗ് ബ്രാൻഡ് മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും. So it's a tough task, but as a professional, if we can come up with an ideology, a concept, and we can convince the client, that's the best thing. I hope that was clear, Vignesh. Yes, it's clear. Thank you. Okay. So fine. So we will take. Okay, so we have one question. Will learning designing actually benefit us in the future, because AI can do most designing works according to our requirements nowadays actually? Okay, yeah, so very relevant question. So we are also facing this problem, for example, when we work with AI. Okay, but actually I observe a lot of design like similar founders who runs design agencies and development agencies and all. Appo രണ്ട് കാര്യങ്ങൾ actually I just want to highlight. One is, if you look at this ChatGPT or Cloudy Design or any other like Lovable.ai, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു Figma AI is there actually. Okay, so ഇവിടെ ഒരു human angle is very important actually, because so we actually take a lot of AI help for the UX thing, not UI, UX thing, to understand, because the UX usually manual thing take a lot of time. To understand the machine feedback, we take a help of AI. But what I see is there is a limitation actually. For example, I designed the scope പറയാം. നമുക്ക് actually when you study design from an Indian institute, നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we can get is approximately in India we can mostly starting salary will be up to $1,000. $1,000 എന്ന് പറഞ്ഞാൽ will be around 90,000 rupees. ഞാൻ പറഞ്ഞ maximum you can get as a fresher actually. അത്രയും കിട്ടാൻ ഭയങ്കര പാടാണ്. But if the average salary would be $400 to $500, $40,000 to $50,000 ഒക്കെ ആയിരിക്കും നമുക്ക് ഡിസൈനിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ആക്ച്വലി. കേരളത്തിൽ അതിനേക്കാളും കുറവാണ്. But if you look at the AI thing actually, okay, AI നമ്മൾ that actually Cloudy ആണെങ്കിലും ChatGPT ആണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് ആക്ച്വലി. It works on a credits, right? So ഞാൻ പല ഫൗണ്ടേഴ്സിന്റെയും ഫീഡ്ബാക്ക്, ഡിസൈൻ ഏജൻസി ഫൗണ്ടേഴ്സിന്റെ ഫീഡ്ബാക്ക് കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു ഡിസൈൻ ജനറേറ്റ് ചെയ്യാൻ തന്നെ $2,000 ആവുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, ഒരു ഡിസൈൻ ആക്ച്വലി അതിൽ ജനറേറ്റ് ചെയ്ത്, ലൈക്ക് ഫോർ എക്സാമ്പിൾ യു ഹാവ് ടു ഗീവ് മൾട്ടിപ്പിൾ പ്രോംപ്റ്റ്, റൈറ്റ്? ഒരു പ്രാവശ്യം തന്നെ നമ്മുടെ ഇൻപുട്ട് കറക്റ്റ് ആവണമെന്നില്ല, വി ഹാവ് ടു ജനറേറ്റ് മൾട്ടിപ്പിൾ ഇൻപുട്സ്. So a foreign agency or an Indian agency, to generate a design using any AI tool will cost you around $500 to $1,000 for one design. Okay, ഇത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്, ബിക്കോസ് യു ആർ ജനറേറ്റിംഗ് എ ഡിസൈൻ ഇൻ ലെസ് ദാൻ 10 minutes. That is one good thing. But here again, this design generate ചെയ്യണമെങ്കിൽ there should be some design knowledge. Okay, so that is a real scope of actually studying design, because unless you understand the the design psychology, the design system, like information architecture, UI, like coming to the UI UX, നമുക്കിത് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് end of the day, if you are building a digital product, it can be a mobile application, it can be a landing page, it can be a website. Something has to sell. There should be conversion happening. The conversion happens, there should be a human intervention. But again, it's a challenge. But if we can master both the traditional design system as well as AI tools, that is the right mix of thing actually. Okay, because ഒരിക്കലും
ഒരു സാസ് കമ്പനിയോ ഒരു എന്റർപ്രൈസ് കമ്പനിയോ ഒരിക്കലും ഫുൾ AI ഡിപ്പെൻഡന്റ് ആവത്തില്ല. ഓക്കെ, ഈ AI കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത് കൂടുതലും ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ടു ക്രിയേറ്റ് എ ലാൻഡിംഗ് പേജ്, ടു ക്രിയേറ്റ് എ MVP ഡിസൈൻ, ടു ക്രിയേറ്റ് മേ ബി എ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് ഒക്കെ ഇവർ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് അഗെയിൻ ഇറ്റ് ഹാസ് എ കോസ്റ്റ് ഇൻവോൾവ് ആക്ച്വലി. ഒരു $1,000 to $2,000 അതിനാവും. അതിനേക്കാളും നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ഹയർ എ ഹ്യൂമൻ റിസോഴ്സ് യു വിൽ ഗെറ്റ് സം സെയിം 10x of output. That is the scope I am seeing, but I don't know how we cannot predict things actually. But if you can master the conventional design and the AI tools, that is the best approach to go forward. That's my suggestion. So Ashish, I hope that was useful for you. Okay, so any other question? We will take 3 more questions. Then we will move to the task with 2 or 3 questions. You can type or you can ask on the window. Okay, up and doubts on you can just type in between. So I will move on to the task actually. Okay, so I just want to know how many of you are using design tools actually. How many of you are familiar with design tools? Just in the hand raise ചെയ്താൽ മതി. Okay, so I think few people are familiar with the design tools actually. Okay, ഇതിലിപ്പോ നമുക്ക് ഡിസൈൻ ടൂൾസ് ഇപ്പോ നമുക്ക് സോഫ്റ്റ്വെയർസും ഉണ്ട്, നമുക്ക് പിന്നെ ഓൺലൈൻ സാസ് സൊല്യൂഷൻസും ഉണ്ട് ആക്ച്വലി. ഇപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫിഗ്മ, യു നീഡ് എ സ്റ്റുഡന്റ് ലൈസൻസ് ടു റൺ ഫിഗ്മ. ബട്ട് ആസ് എ ബിഗിനർ, മോസ്റ്റ്ലി എല്ലാവരും ഒരു ബിഗിനർ സ്റ്റേജ് ആണെന്ന് അറിയാം. സോ യു ക്യാൻ, ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് Canva. So Canva is a very powerful tool to build your personal brand actually. Okay, so I am giving a small task actually. So നിങ്ങൾക്ക് Canva, I don't know how many of you are familiar with Canva, but I can show you. ഈ ക്യാൻവയുടെ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു പേഴ്സണൽ കോഡ് കാർഡ്, ലിങ്ക്ഡിൻ ബാനർ, പ്രൊഫഷണൽ ഫ്രെയിം, പ്രൊഫൈൽ പിക്ചർ ആക്ച്വലി. ഓക്കെ, പ്രൊഫഷണൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ ബാനർ ആയിരിക്കും. നേരത്തെ ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് ലിങ്ക്ഡിൻ ബാനർ ആക്ച്വലി. ഓക്കെ, പിന്നെ ഒരു പ്രൊഫഷണൽ ഫ്രെയിം പ്രൊഫൈൽ പിക്ചർ ആക്ച്വലി. അതായത് നമ്മൾ ഒരു പ്രോപ്പർ മഗ് ഷോട്ട്, നമുക്കിപ്പം ChatGPT വെച്ച് നമുക്ക് ക്ലൗഡി വെച്ചിട്ട് നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ കോഡ് കാർഡ് ആക്ച്വലി. ഓക്കെ, ഇത് 3 നിങ്ങൾക്ക് ആക്ച്വലി ക്യാൻവയിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി. ഇവിടെ പോയി നിങ്ങൾ canva.com എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ പോയിട്ട് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആക്ച്വലി. ഇപ്പൊ ലിങ്ക്ഡിൻ കവർ ആണെങ്കിൽ, ലിങ്ക്ഡിൻ ബാനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ലിങ്ക്ഡിൻ ബാനറിന്റെ പേഴ്സണൽ കുറെ കാണാമല്ലോ, കുറെ ലിങ്ക്ഡിൻ ബാനേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരെണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നിങ്ങൾ ഇത് എൻ്റെ പെയ്ഡ് വെർഷൻ ആണ്. നിങ്ങളൊരു ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണം എടുത്ത് എഡിറ്റ് ചെയ്താൽ മതി ആക്ച്വലി. ഇത് നിങ്ങൾക്ക് ക്യാൻവ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്, നിങ്ങൾക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ടാഗ് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതാണ് ലിങ്ക്ഡിൻ ബാനർ ആക്ച്വലി. ഓക്കെ, ഇനി പിന്നെ അടുത്തൊന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കോഡ് കാർഡ്.
പേഴ്സണൽ കോഡ് കാർഡ് അത് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോർമാറ്റ്സ് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോറി, ടെംപ്ലേറ്റ്സ്, പേഴ്സണൽ നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സണൽ കോഡ് കാർഡ്സ് ക്രിയേറ്റ്. ഇതാണ് ഒരു എക്സാമ്പിൾ ആക്ച്വലി പേഴ്സണൽ കോഡ് കാർഡ്സിന്റെ. ഇത് നിങ്ങളുടെ ഒരു ലിങ്ക് ഇൻസ്റ്റഗ്രാം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി നിങ്ങളുടെ ഫോട്ടോ വെക്കാം, നിങ്ങളുടെ നെയിം വെക്കാം, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ വെക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് അറ്റ് സ്വാൻസർ കോളേജ്. ഇതൊരു എക്സസൈസ് ആണ്. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇമേജ്, നിങ്ങളുടെ ഒരു ഇമേജ് ഒരു പ്രോപ്പർ ഒരു പ്രൊഫഷണലി ആയിട്ട് നിങ്ങൾക്ക് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളിപ്പോൾ ChatGPT പോവുകയാണെങ്കിൽ ഇതാണല്ലോ നിങ്ങളുടെ ChatGPT വിൻഡോ. നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ആൻ ഇമേജ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എ മഗ് ഷോട്ട് ഓഫ് ദാറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഫഷണൽ AI. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ആക്ച്വലി ChatGPT ആണ് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മഗ് ഷോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നിങ്ങൾ ഫോണിൽ നിന്നാണെങ്കിൽ ഈ ഓപ്ഷൻസ് അതിൽ കിട്ടും. നിങ്ങൾ ഇതിൽ നെക്സ്റ്റ് അടിച്ച് പോവുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് മഗ് ഷോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റുഡിയോ ഹെഡ് ഷോട്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അവിടെ ഒരു നിങ്ങളൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ഹെഡ് ഷോട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ, സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഈ 3 ടാസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആക്ച്വലി. ഐ ആം ഗോയിങ് ബാക്ക് ടു ദ ടാസ്ക് ആക്ച്വലി. വൺ ഈസ് എ പേഴ്സണൽ കോഡ് കാർഡ്, ഞാനത് കാണിച്ചു തന്നു. പിന്നെ ഒരു ലിങ്ക്ഡിൻ ബാനർ, എ പ്രൊഫഷണൽ പ്രൊഫൈൽ ഫ്രെയിം വിത്ത് എ ഗുഡ് മഗ് ഷോട്ട് ഇമേജ് ആക്ച്വലി. ഓക്കെ, so I just want to ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ 3 ടാസ്ക് ആക്ച്വലി? ഇത് നിങ്ങൾക്കൊരു 15 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുമോ? ടൈം നൗ ഇസ് അറൌണ്ട് 8:17. നിങ്ങൾക്കത് എനിക്കൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അല്ലെ ഐഷ വോളണ്ടിയേഴ്സ് ലൈക്ക് ഐഷ ഓർ ജാസ്മിൻ? യു ക്യാൻ, ഐ തിങ്ക് സർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യാം. മേ ബി ആസ് എ ഡോക്യുമെന്റ് ഫയൽ ഓർ ഡയറക്റ്റ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. So then what I will do actually, I will give my personal feedback to each of these 3 submitted in the group actually. നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുക, ക്ലാഷ് ആവാതെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കണം ആക്ച്വലി. അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്താലും മതി, ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ ആക്ച്വലി. ഐ ക്യാൻ ചെക്ക് ദാറ്റ്. ബട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആക്ച്വലി. കുറച്ച് സോ ദാറ്റ് ആക്ച്വലി ഐ ക്യാൻ കമന്റ് ഹിയർ, so everyone can see your creativity, so that you can also understand, evaluate how others are doing. ഒരു പ്രൊഫഷണൽ ഫോട്ടോ ഫ്രെയിം, ഹൗ ടു ഡു ദാറ്റ്, ക്യാൻ എക്സ്പ്ലെയിൻ സോ സെക്കൻഡ്. ഓക്കെ. സോ നമുക്കൊരു ഇപ്പൊ ChatGPT വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ChatGPTയിൽ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? നിങ്ങൾ ChatGPT പോയിട്ട് ChatGPT ഫോണിലാണെങ്കിൽ അല്ലെങ്കിൽ PC-യിലാണെങ്കിൽ പോയിട്ട് ക്രിയേറ്റ് ആൻ ഇമേജ് കൊടുക്കുക. ക്രിയേറ്റ് ആൻ ഇമേജ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അത് സജസ്റ്റ് ചെയ്യും. അതിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റുഡിയോ ഹെഡ്ഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആക്ച്വലി സ്റ്റുഡിയോ ഹെഡ്ഷോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഓൾറെഡി പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യും. നിങ്ങൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡിയോ മഗ് ഷോട്ട് ജനറേറ്റ് ആവും. ഓക്കെ. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ പേഴ്സണൽ കോഡ് കാർഡ് വൺസ് മോർ? ഓക്കെ. പേഴ്സണൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് പോവുക. ടെംപ്ലേറ്റ്സിൽ പോയിട്ട് പേഴ്സണൽ കോഡ് കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ് കിട്ടും. ആ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക, അതിന് എഡിറ്റ് ചെയ്യുക. നിങ്ങളുടെ കോഡ് ആഡ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളുടെ നെയിം ഡെസിഗ്നേഷൻസ് ആഡ് ചെയ്യാം.
Hope that is clear, Abhinav. എല്ലാത്തിനും ടെംപ്ലേറ്റ്സ് അവൈലബിൾ. അതാണ് നമുക്ക് ആക്ച്വലി ക്യാൻവയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രം ദ സ്ക്രാച്ച് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാത്തിന്റെയും ടെംപ്ലേറ്റ്സ് നമുക്കൊരു 1000 ഓഫ് ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. ഓക്കെ, ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സ് നമുക്ക് ക്യാൻവയിൽ നിന്ന് നമുക്ക് ഇതിൽ നിങ്ങൾ പെയ്ഡ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് ഐ വോണ്ട് യു ക്യാൻ ചൂസ് എ ഫ്രീ ടെംപ്ലേറ്റ്. അപ്പോ ഇത് മൂന്നും നിങ്ങൾക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ ഷാൽ വി ഇതിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? ഐ ജസ്റ്റ് വാണ്ട് ടു know about that, Aisha. So shall I wait for the, because എനിക്ക് തോന്നുന്നു എല്ലാവരും ചിലപ്പോൾ 15 മിനിറ്റ്സിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇവരുടെ ടാസ്ക് സബ്മിഷൻസ് ഒരു പോർട്ടൽ ത്രൂ ആണ് നടക്കുന്നത്. ഓൾസോ ഇവര് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഗ്രൂപ്പിലോട്ടും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇവരുടെ കറന്റ്ലി ഇവരുടെ ടാസ്ക് സബ്മിഷന്റെ ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഡേ 6:30 മുന്നേ എപ്പോൾ വേണമെങ്കിലും സബ്മിറ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പം ടേക്ക് യുവർ ടൈം ആക്ച്വലി. സോ ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് ഓൺ ടൈം. So if you have any further questions and the feedbacks ഉണ്ടെങ്കിൽ we can take, I think we have around 10 more minutes. Conclusion എങ്ങനെ ഉണ്ടോ ഐഷ? any conclusion എങ്ങനെ is something is there actually? Yes sir, ഉണ്ട്. Yeah, okay. So I will wait for any session feedback or questions, then we can go for the conclusion. Okay, anyone, if you want to cover any other like ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സോ എന്തെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ you can ask me, we can discuss that. So Aisha, the most students actually most participants students അല്ലേ Aisha? അതെ അതെ. Okay, mostly engineering background ആയിരിക്കും അല്ലേ? Yes. Okay. So my personal advice is actually try to maintain a good LinkedIn profile. Actually, try to use a good LinkedIn banner. Try to use a good LinkedIn profile. ഇതൊക്കെ നിങ്ങൾ കോളേജ് കഴിയുമ്പോൾ നിങ്ങളൊരു ജോബിനോ അല്ലെങ്കിൽ if you're getting into business or a job, എല്ലാവരും ബിസിനസ്സിലോട്ട് വരുന്നില്ല, but mostly people will be looking for job. But ഇപ്പം നിങ്ങൾ ജോബ് നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ ജോബ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടിരുന്നാൽ അതൊരാളുടെ അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. ഇഫ് യു വാണ്ട് ടു വർക്ക് വിത്ത് എനി കമ്പനി ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ, വൈ കോമ്പിനേറ്റർ, അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ മൈ പേഴ്സണൽ റിക്വസ്റ്റ് ഈസ് ടു ടേക്ക് personal branding seriously and try to update your LinkedIn profile. That will really help you to identify or land into a good job. Okay, so Aisha, we will wait for questions or we can wind up actually. I'm it's okay, it's like it's done from my side. So questions ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Yeah, okay, sure. Also, you can connect with me on LinkedIn, and my LinkedIn profile I can put in the group. Maybe Aisha, you can put in the group actually. You can connect me on LinkedIn. If you have any doubts, you can message me on LinkedIn. I can reply to you. Yeah, I'm pretty active on LinkedIn. Mostly the personal updates and company updates ഒക്കെ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. Yeah. As we come to the end of today's session on identity, crafting a distinct personal brand with decent consistency, we hope you have gained valuable insights into how consistency, authenticity, and thoughtful design contribute to building a strong personal brand. A heartfelt thank you
to Mr. Sergeant Sadanandan for sharing his expertise and inspiring us with his perspectives. We would also like to express our sincere appreciation to all the participants for your enthusiastic presence and active engagement throughout the session. With that, we conclude Day 8 of Accentra. We hope today's learnings encourage you to refine personal brand and confidently showcase your unique identity. Thank you once again and have a wonderful evening ahead. Okay, thank you, Jasmine. Thank you, Aisha, and thank you, Mealon team, for the opportunity. I hope the session was useful. Feel free to reach out to me for any further, if you have any further doubts or if you want to know about the personal branding or a visual design system, I'll be happy to guide you. Thanks for the opportunity. Wishing you all, a successful days ahead for the Accentra. Thanks for the opportunity. Thank you. Okay. Thank you, sir. Okay. Thank you. Thank you, everyone. Bye. Thank you, sir. Thanks.